വചന ചിന്തയ്ക്കായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. Judges chapter 11 verses 11. അങ്ങനെ ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി. ഇഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഇന്ന് വായിച്ച വേദഭാഗം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. The portion that we read from today we have read many times before. ഈ ന്യായാധിപന്മാർ എന്ന് നമ്മളെ കാണുമ്പോൾ യോശുവ മുഖാന്തരം ഇറങ്ങിത്തിരിച്ച ദൈവജനം അവർക്ക് ഇസ്രായേൽ രാജാവാകുന്നിടം വരെയും ദൈവം വിവിധ കാലഘട്ടങ്ങളിൽ അനേകരെ എഴുന്നേൽപ്പിച്ച് അവരെ നടത്തിയ വിധങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. What we see in the book of Judges is all throughout Joseph, and we see many people that God has raised up in this book as a result of this. ഇസ്രായേൽ മക്കൾ കഷ്ടത്തിലൊക്കെ ആവുന്ന സമയങ്ങളിൽ ദൈവം അനേകരെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് അവർക്ക് വിജയങ്ങളെ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നു. We read and we see that when the Israelites needed help at the most daring time of their life, God raised up certain individuals for them and rescued them. ഇവിടെ നമ്മൾ വായിച്ച യിഫ്താഹിനെ കുറിച്ചാണ് വായിച്ചത്. And what we read about Jephthah here. ഈ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ യിഫ്താഹിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In chapter 11 verses 1 we read about who this Jephthah is. യിഫ്താഹിനെ കുറിച്ച് പറയുന്നത് അവൻ വേശ്യയുടെ പുത്രനായിരുന്നു. And we see that he was the son of a prostitute. അതുകൊണ്ട് അവന്റെ ഭവനത്തിൽ നിന്ന് അവന് പോകേണ്ടി വന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. And we read that as a result of that he had to leave his home. അവിടെ കാണാൻ കഴിയും തന്റെ സഹോദരന്മാർ അവനെ നീക്കിക്കളഞ്ഞു എന്നാണ് കാണാൻ കഴിയുന്നത്. We see that his brothers moved him away from where he was. യിഫ്താഹ് വേറൊരു ദേശത്ത് കടന്നുപോയി പാർത്തു. As a result, Jephthah moved away to a different land and started living there. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് അമ്മോന്യരുമായി ഒരു യുദ്ധമുണ്ടായപ്പോൾ യിഫ്താഹിനെ വിളിക്കുന്ന ഭാഗമാണ് നമുക്ക് തുറന്നു കാണാൻ കഴിയുന്നത്. But as we read below, we see that when the Israelites faced with a war with the Ammonites, that's when Jephthah was called to their rescue. യിഫ്താഹ് മറ്റുള്ളവരാൽ തള്ളപ്പെട്ടവനായിരുന്നു. And Jephthah was a person who was forsaken by everyone else. മറ്റുള്ളവർ അവനെ ഉപേക്ഷിച്ചതായിരുന്നു. People have let go of him. എന്നാൽ ദൈവം ഇപ്പോൾ യിഫ്താഹിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. But you see, God has called back Jephthah and is using him. നമ്മളെ ദൈവത്തിന്റെ വചനം നമ്മളെ പരിശോധിക്കുമ്പോൾ When you study from the Word of God, മറ്റുള്ളവർ നിസ്സാരമെന്ന് കണ്ട അനേകരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. many people might see you as a non-used person or unusable person. God has used these folks in the Word of God. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ When you read from 2 Kings, 7-ാം അധ്യായത്തിൽ നമുക്കൊരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. in chapter 7 we read a story. അവിടെ നമ്മൾ കാണുന്നു അരാം സൈന്യം യെരിഹോവിനെ വളഞ്ഞിട്ട് അവിടെ വളരെ ക്ഷാമമുണ്ടായി. We see that the warriors of Aram, they were going across the citadel and there was a great persecution there. യെരിഹോവിനെ വളരെ ക്ഷാമമുണ്ടായി. And there was great persecution in Jericho. അവിടെ വായിക്കുന്നു കഴുത തനിക്ക് 80 വെള്ളിക്കാശ് വരെ വില കയറി എന്ന് കാണാൻ കഴിയുന്നു. And we see that the price that was placed was 80 silver pieces of coin. ഏറ്റവും പരിതാപകരമായ ഒരു കാര്യം ഒരു സ്ത്രീ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ കാര്യമാണ്. And what we read here is a woman who went up to the king and said, അവള് പറയുകയാണ് ഞങ്ങള് രണ്ട് അയൽക്കാർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കി. and she says that between the two neighbors we had a deal. ഒരു ദിവസം എന്റെ മകനെ പാകം ചെയ്ത് കഴിക്കുക, ഉണ്ടാക്കി മകനെ കുടിയെ തിന്നുക. നമുക്ക് ആ ഭാഗം എടുക്കാൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം It's in 2 Kings. 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. And in chapter 7. ആറാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. 2 രാജ 6:26 മുതലുള്ള വാക്യങ്ങൾ. ഒരു സ്ത്രീ അവനോട് യജമാനായ രാജാവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അതിനവൻ യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടു? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചട്ടിൽ നിന്നോ ഒരു
ചോദിച്ചു. രാജാവ് പിന്നെയും അവളോട് നിന്റെ സങ്കടം എന്തെന്ന് ചോദിച്ചതിന് അവൾ രാജാവ് അവളോട് നിന്റെ സങ്കടം എന്തെന്ന് ചോദിച്ചു. So the king asked her, what is the matter with you? ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു. നോക്കുക, മനുഷ്യരെ തിന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് ക്ഷാമം അത്രമായി കഴിഞ്ഞമായി. And this hunger came to this famine came to a point where they started eating human beings. അപ്പോൾ രാജാവ് വസ്ത്രം കീറി വളരെ വിഷാദമുള്ളവനായി തീർന്നു. And the king tore his robe and he was very distressed. ഈ വാർത്ത കേട്ടപ്പോൾ എലീശ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എലീശ പ്രവാചകൻ പറയുന്ന ഒരു ശബ്ദമുണ്ട്. And when you come to chapter 7 of that same book, you see Elisha, he says something. എലീശ പറയുകയാണ്, നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പും ശേക്കലിന് 2 ശവ യവവും മിൽക്കും എന്ന് യഹോവ അരുളിച്ചെന്ന് പറഞ്ഞു. And he says that this is what the Lord declares, that about this time tomorrow a seah of flour will sell for a shekel and 2 seah of barley for a shekel at the gate of Samaria. ദേശത്തെല്ലാം വല്ലാതെ ക്ഷാമമാണ്. And there was great famine in the land. അവിടെ ഒരിക്കലും ഗോതമ്പും യവവും അവർക്ക് ലഭിക്കാൻ ഒരു വകയുമില്ല. There were no chances that they could have received barley at that time. ഇവിടെ പ്രവാചകൻ അസാധ്യമായ ഒരു കാര്യം പറയുകയാണ്. And this prophet is giving them a word that is impossible. നാളെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. He is saying that tomorrow at this time you will receive flour and barley. എന്നാൽ അവിടെ ഒരു അകമ്പടി നായകനുണ്ടായിരുന്നു. But there was an officer there. അവൻ പറയുകയാണ്, യഹോവ ആകാശത്തിലേക്ക് കിളിവാതിൽ തുറന്നാൽ നടക്കുകയെന്ന് പറയുകയാണ്. And he says, even though God will open the floodgates of heaven, this will not happen. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ധാന്യം തരാൻ പോവുകയാണെന്ന് The പറയുമ്പോൾ Spirit of the Lord says that I will give you flour and grain. അകമ്പടി നായകൻ പറയുകയാണ്, ആ ദൈവം ആകാശത്തിലേക്ക് കിളിവാതിൽ തുറന്നാൽ സംഭവിക്കില്ല എന്ന് പറയുകയാണ്. But you see, the officer is doubting and saying that even though the floodgates of heaven are open, this will not happen. അതിന് മറുപടിയായി പ്രവാചകൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. And to reply to that, the prophet says something like this: നിന്റെ കണ്ണാലെ അത് കാണും, you will see it with your own eye, എന്നാൽ നീ അത് അനുഭവിക്കില്ല എന്ന് പറയുകയാണ്. you will not attain from it. നമുക്ക് അവിടെ ദൈവം പ്രവർത്തിച്ച ചില പ്രവർത്തനങ്ങൾ അവിടെ കാണാൻ കഴിയും. We see of God certain works there. 3-ാം വാക്യം മുതലാണ് ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. It is from verses 3 that we see God started performing. 4 കുഷ്ഠരോഗികൾ അവിടെ ഉണ്ടായിരുന്നു. There were 4 with leprosy. അവരുടെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, In their mind they are saying like this: ഞങ്ങൾ ഇവിടെ ഭക്ഷണമില്ലാതെ വല്ലാതെ ഭാരമായിരിക്കുന്നു. and we are very hungry and we are staying here, നമുക്ക് അരാം രാജാവിന്റെ പാളയത്തിലേക്ക് പോകാം. and we will go to the king's court. നമ്മൾ ഇവിടെ കിടന്നാലും മരിക്കും, If we stay here we'll die. അവിടെ പോയാലും അവർ നമ്മളെ കൊല്ലും. If we go there we'll die there. എന്തായാലും നമുക്ക് അവിടെ പോകാമെന്ന് പറയുകയാണ്. And regardless of the fact, we'll just go there. നമുക്ക് 4 പേര് അരാം പാളയത്തിലേക്ക് കടന്നു പോവുകയാണ്. You see that these 4 people with leprosy, they're going to the king's court. ഈ സമയത്ത് ദൈവം അരാം പാളയത്തിൽ വലിയ ശബ്ദം മുഴക്കുകയാണ്. And at this time God is declaring a great declaration in the court. ഈ 4 കുഷ്ഠരോഗികൾ പോകുന്ന ആ ശബ്ദം, ഈ 4 കുഷ്ഠരോഗികൾ പോകുന്ന അതിനെ And for these 4 people with leprosy, as they're going to the court, ദൈവം പാളയത്തിൽ വലിയ മുഴക്കമായി വെളിപ്പെടുത്തുകയാണ്. and God establishes His sound, a resounding sound in the court. അവർ വിചാരിച്ചു അവർക്ക് എതിരെ യുദ്ധം ചെയ്യുവാൻ അനേക ആൾക്കാർ വരുമെന്ന് പറഞ്ഞ് അരാം പാളയത്തിലുള്ളവർ ഓടിപ്പോവുകയാണ്. They are thinking that people are running against them for war, and they're running away. ഈ കുഷ്ഠരോഗികൾ ചെല്ലുമ്പോൾ ആഹാരപാത്രങ്ങളെല്ലാം ഇങ്ങനെ വെതിരിക്കിടക്കുകയാണ്. As these people with leprosy, they approach the gate, you see that there are many plates in front of them. അവർക്ക് കഴിക്കാവുന്ന അത്രയും ആഹാരം അവർ കഴിച്ചു. And they ate as much as they could eat. അവർ പാളയത്തിലേക്ക് ചെന്ന് സ്വർണവും വെള്ളിയൊക്കെ എടുത്തു. They went into the courts, they took gold and silver. എന്നിട്ട് അവർ പറയുകയാണ്, നമ്മളിങ്ങനെ ചെയ്തത് ശരിയല്ല. And they say that what we're doing is not right. ഇത് സത്വർത്തമാന ദിവസമാണ്, ഇത് നല്ല വാർത്തയുടെ ദിവസമാണ്. And this is the day of good news. അതുകൊണ്ട് നമുക്ക് രാജാവിനോട് എന്ന് അറിയിക്കാം. Therefore let us go unto the king and tell him. നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഈ എലീശ പ്രവാചകൻ പറയുന്നത് പോലെ ശമരിയുടെ പടിവാതിൽക്കൽ ഗോതമ്പും യവവും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. Just like Elisha prophesied, we see that there was flour and barley at the gates of the courts, just like it was said by God. ജനമെല്ലാം ആഹാരം വാങ്ങുവാനും വേണ്ടി തിക്കി തിരക്കി വരികയാണ്. And you see all the people have been flocked together to get this food. ഈ തിക്കിലും തിരക്കിലും പെട്ട് ഈ അകമ്പടി നായകൻ മരിക്കുവാനിടയായി തീർന്നു. And among
amongst this hustle and bustle that was going on in the courts at that time, this great leader, he died on the spot. നിസ്സാരരായ കുഷ്ഠരോഗികളെ കൊണ്ട് ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. Just these few people that had leprosy, God did a great miracle amongst them. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. God is a God of miracles. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. God is a God who does wonders for us. ഇന്ന് എത്ര പേര് വിശ്വസിച്ചു ദൈവം എനിക്ക് വേണ്ടി വലിയ ദൈവമാണ്? Can you believe that God will do good things for me? ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാം. And let us have our faith in Christ. നമുക്ക് ഇന്ന് വർക്കാല ദേവദാസൻ പറഞ്ഞതുപോലെ ദാവീദിനെ നമുക്ക് നോക്കാം. And let us look into the life of David like we heard. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When you come to 1 Samuel chapter 17, അവിടെ നമുക്ക് ഗോലിയാത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. we see a great Goliath. ആ ഗോലിയാത്ത് അവനെ നിന്ന് പറയുകയാണ്, And Goliath is saying like this. നിങ്ങളിൽ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ എന്നെ വന്നൊന്ന് ജയിക്കുക. And if any of you is able to do so, why don't you come and win me? എന്നോട് മല്ലുപിടിച്ച് ജയിക്കാമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. And if you fight me and if you can win, only then can you win. അങ്ങനെ 40 ദിവസം ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. And for 40 days he let out that cry. ശൗലും കൂട്ടരും വളരെ ഭയത്തോടെ അവിടെ ആയിരിക്കുന്നു. Saul and his army is very scared. അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. They cannot do anything against him. 40 ദിവസം ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ മക്കൾക്കെതിരെ. For 40 days, this great Goliath is saying things against the Israelites. ഈ സമയത്താണ് ദാവീദ് തന്റെ സഹോദരന്മാർ ക്ഷേമന്വേഷിക്കാൻ വേണ്ടി കടന്നു വന്നത്. This is at this time that David comes back to find out how his brothers were doing. അവന് ഇത് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ And as soon as he heard what was happening, അവന്റെ ഉള്ളിൽ അവന്റെ ആത്മാവ് തളയ്ക്കുവാൻ തുടങ്ങി. അവന്റെ ആത്മാവ് ചൂടുപിടിക്കുവാൻ തുടങ്ങി. his spirit started boiling in him. അവൻ പറയുകയാണ്, ഇവനെ കൊന്ന് ഇസ്രായേൽ നിന്നെ നീക്കിക്കളയാൻ എന്ത് കൊടുക്കുമെന്ന് അവൻ പറയുകയാണ്. And he says that if to just destroy this, what is the price that is there before അവൻ him? പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ഈ അഗ്നിയർമ്മിയായ ഇവൻ ആരെന്ന് ചോദിക്കുകയാണ്. And he asks the question, this person, this great Goliath, who is he, so that he mocks God Almighty. ഈ ദാവീദ് 2-3 സ്ഥാനത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ And when David went and asked his few different people, രാജാവിന്റെ അടുക്കൽ ഈ വിവരമെത്തി. and he came to the ears of the king, ദാവീദിനെ രാജാവ് അവന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു. the king calls David into his courts. അവൻ പറയുകയാണ്, ഞാൻ ഇവനെ കൊല്ലും. And he tells the king that I will kill him. ശൗല് പറയുകയാണ്, നീ എന്ത് കൊടുക്കാൻ പോവുകയാണ്? And Saul says, what are you going to do? അവനെ കണ്ടോ, അവന് മല്ലനായ ഒരു വ്യക്തിയാണ്. And look at him, he's a very tall and strong man. നീ വെറും ചെറിയ ബാലനാണ്. You are just a young boy. നിനക്ക് ഇതൊന്നും കഴിയുകയില്ല എന്ന് ശൗല് പറയുമ്പോൾ And when Saul says that it is not possible by അവൻ you, പറയുകയാണ്, എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. and he says that I have certain experience in my life. ഒരിക്കലും നീ അപ്പന്റെ ആളുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരു കരടിയും അതിന് നേരെ കടന്നു വന്നു. One day when I was tending the sheep of my father, there was a great lion and a bear that came. ഞാൻ അവയെ അടിച്ചു കൊന്നു എന്ന് പറയുകയാണ്. And he says that I beat them and I killed it. എനിക്കറിയാം, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. I know that my God is with me. ഈ ഗോലിയാത്ത് എനിക്കൊരു വിഷയമല്ല. This Goliath is not a big concern for me. എന്റെ ദൈവം എന്നോട് കൂടെയുള്ളതുകൊണ്ട് Because my God is with me. ഈ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് എനിക്കൊരു വിഷയമല്ല. All this Goliath that challenges us is not a big thing for me. ഇതുവരെ കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, This morning let me tell you, brothers and sisters, ദൈവം നമ്മെ സഹായിച്ച ദൈവമാണ്. that God is the God who helps us in our lives. കഴിഞ്ഞ നാൾ കഷ്ടങ്ങൾ കൂടെയുള്ള ദൈവമാണ്. In our past, He was there in our troubles. ഇതുവരെ കാലം നിന്നെ വെല്ലുവിളിക്കുന്ന ഏത് അനുഭവങ്ങളായിക്കോട്ടെ, Regardless of the things that challenge you in your life today, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളായിക്കോട്ടെ, it could be things that brings you down in your life today. ലോകത്തിന്റെ അനുഭവങ്ങളായിക്കോട്ടെ, It could be sickness that is standing up against you today. നിനക്ക് ശക്തമായി പറയാൻ കഴിയുമോ? Oh, can you say against those forces? എന്റെ ദൈവം എന്റെ കാര്യം സാധിപ്പിച്ചു തരൂ. Oh, my God will deliver me. എന്റെ ദൈവം ഈ ശത്രുവിന്മേൽ ജയം തരൂ. Oh, my God will give me victory. എന്റെ ദൈവം എനിക്ക് വിജയം തരൂ. My God will give me victory. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിജയം തരുന്ന ദൈവമാണ്. God is a God who is victorious, who gives us victory. നമുക്കെല്ലാം അനുഭവങ്ങളുണ്ട്. We all have different experiences. ദാവീദ് പറഞ്ഞതുപോലെ ദൈവം വിടുവിച്ച ഒത്തിരി വിധങ്ങളുണ്ട്. Just like David says, there are many instances where God rescued us. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്കത് ഉയർത്തി കാട്ടാം. ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. Amongst our problems, let us raise up His name and say, my God, ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ട്. my God has raised me. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. God has answered my prayer. ദാവീദ് പറയുകയാണ്, ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. David says that my God rescued me. അന്ന് വിടുവിച്ച ദൈവം ഇന്നും എന്നെ വിടുവിക്കും. If God rescued me then, He is
He's able to rescue me right now. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുവരും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽചാടി കടക്കും. I'll go against the great army. I'll jump any walls that are before me. യോശുവ ഈ ഭാഗത്ത് യോശുവ ഒരിക്കൽ ഇങ്ങനെ പറയുകയാണ്. Joshua once said like this. യോർദാൻ കടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. Before crossing the Jordan, he tells the Israelites like this. യഹോവ നമ്മുടെ മധ്യയുണ്ട്. Jehovah is with us. ദൈവം നമ്മുടെ മധ്യയുണ്ട്. God is with us. ദൈവം നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും. God will perform a miracle amongst us. യോശുവയ്ക്ക് പറയാനുള്ളത് ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതാണ്. What Joshua has to say is that God is with us. ഇതുവരെക്കാലം നമുക്കും പറയുവാനുള്ളത് ദൈവം നമ്മുടെ നടുവിലുണ്ട്. That is the same thing we have to say, that God is amongst us. നമുക്കെല്ലാം നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. And we cannot do anything ourselves. എന്നാൽ ദൈവം നമ്മുടെ നടുവിലുണ്ട്. Oh, but God is with us. അല്ലേ നമ്മുടെ കഴിവുകൊണ്ടല്ല. It is not by our own might. കഴിഞ്ഞ ആഴ്ച ഞാൻ സംഘത്തിനോട് പറഞ്ഞതുപോലെ ബലം ദൈവത്തിനാണുള്ളത്. And just like I exhorted from the Psalm, the strength belongs to God. ബലം ദൈവത്തിനാണ്. Strength belongs to God. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. And God will perform for each and every one of യോശുവ us. പറയുകയാണ് Joshua says, ദൈവം നമ്മുടെ നടുവിലുണ്ട്. God is in our midst. എന്നാൽ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. But just do as I ask you. നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. And here we read like this. ദാവീദ് പറയുകയാണ്, ഇന്ന് ഈ ഫെലിസ്ത്യനെ ഈ അഗ്നിയറിഞ്ഞയെ യഹോവ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. David says that this Philistine, this great Goliath, God will place him in my hands. ഈ പോർക്കളത്തിന് അണികളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ And as he was going ahead for the battle, അവിടെ കാണുന്നു എന്നെ ദാവീദ് അണിക്ക് നേരെ ഓടിയെന്ന് കാണുന്നു. and we see that he's running towards his enemy. അപ്പോൾ ഗോലിയാത്ത് ഇവിടെ കണ്ടിട്ട് പറയുകയാണ്, ഞാനൊരു നായാണെന്ന് ഈ വടി കൊണ്ട് തന്നെ അടിച്ചു കൊല്ലുവാനും വേണ്ടി. Goliath is saying that am I a dog that you run after me with a stick? അവനെ ദാവീദ് പറയുകയാണ്, നീ വാളും കുന്തവുമായിട്ടൊക്കെ എന്റെ നേരെ വരുന്നു. David says that you have your spear and your sword. ഞാൻ വരുന്നത് വാളും കുന്തവുമായിട്ടല്ല. I do not come with sword or any shield. നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരികയാണ്. I come in the name of the Lord whom you have persecuted. നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരിക. I come in the name of my Almighty God. ഇതുവരെക്കാലം നമുക്ക് യേശുവിന്റെ നാമത്തിൽ വിജയമുണ്ട്. And we have victory in the name of Jesus. ശത്രുവിലേക്ക് വാദങ്ങൾ നമുക്കെതിരെ ഉയർത്തുന്നു പറഞ്ഞാൽ Oh, the devil might raise up many challenges against you. നമ്മുടെ കർത്താവിന്റെ നാമം ഏറ്റവും ശ്രേഷ്ഠമാണ്. But our name of the Lord is the most precious one. ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയൊക്കെ മുഴങ്ങാതെ മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. It is the name before which all the knees of the world will bend down. അവിടെ നമുക്ക് കാണുന്നു ദൈവം ദാവീദിന് വലിയൊരു വിജയത്തെ കൊടുക്കുവാനിടയായി. We see here that God gave David a great victory. അവൻ ഓടുന്നതിന്റെ ഇടയിൽ 5 മിനുസമുള്ള കലവും പെറുക്കിയെടുത്തു. And as he was running, he takes 5 smooth stones. ഗോലിയാത്തിന്റെ കയ്യിൽ നല്ല ബലമുള്ള വാളുള്ളപ്പോൾ Goliath has a great sword in his hand. 5 കല്ലുകളെ അവൻ പെറുക്കിയെടുക്കുകയാണ്. There are just 5 stones that David has. ഗോലിയാത്ത് പോലും അറിഞ്ഞില്ല അവൻ കവണിയിൽ വെച്ച് എറിഞ്ഞത് അവൻ അറിഞ്ഞില്ല. And even Goliath did not know the fact that David actually used a sling to throw the stone. കല്ല് ഗോലിയാത്തിന്റെ നെറ്റിമേൽ വീണ് കഴിഞ്ഞപ്പോൾ അവൻ കവണി വീഴുവാനിടയായി. When the stone came right against the head of Goliath, he fell down face forward. നിസ്സാരമായ ആയുധമാണ് കിട്ടുന്നത്. Even though stone is a very minute weapon, ദൈവം ദാവീദിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. God used that stone and he gave victory to David. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. There are many instances when you have to be ashamed in front of others, but God will restore you. ഇവിടെ നമുക്ക് യിഫ്താഹിനെ കാണാൻ കഴിയുന്നു. And here you see Jephthah. യിഫ്താഹിനെ ജനമെല്ലാം കൂടെ അമ്മോന്യരെ യുദ്ധം ചെയ്യുവാനും വേണ്ടി കൊണ്ടുവരുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. What we read here is when people are asking Jephthah to go into battle with Ammonites. 11-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. And let's read from verses 11 again. അങ്ങനെ ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി. ഇഫ്താഹ് മിസ്പയിൽ വെച്ച് അവരുടെ സന്നിധി തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. യിഫ്താഹിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. യിഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. And when he reached the place of Mizpah, he started sharing with the Lord everything that he had in his heart. യിഫ്താഹിന്റെ ജീവിതത്തിലെ തന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയുകയാണ്. And Jephthah shared everything that he had in his life with the Lord. യിഫ്താഹിനെ നല്ലവണ്ണം അറിയുന്നവനാണ് ദൈവം. The Lord knows Jephthah very much. നമ്മുടെ ജീവിതത്തിൽ
ഇബ്താവിനെ പോലെ മിസ്പയിൽ കൂടുന്ന അനുഭവം ഉണ്ടാകും. There are many instances that we need to have in our life. We have to come to our own Mizpah and share with the Lord our heart. ദാവീദ് പറയുന്നു, ഞാൻ എന്റെ പാപം ദൈവത്തോട് അറിയിച്ചു. David says that I shared my sin with my Lord. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് വ്യക്തമായി പറയണം. We have to explain to God everything that is in our life. മിസ്പ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. And we see that in the book of Exodus is when we see about the place called Mizpah. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് തന്റെ ഭാര്യമാരും മക്കളുമായി പുറപ്പെട്ടതിന് ശേഷം Jacob, after he leaves from his father-in-law Laban's house with his wife, his cattle, and all his belongings, ലാബാൻ യാക്കോബിനെ പിന്തുടർന്നു. and Laban started going after Jacob. ലാബാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. Laban says one thing like this, എന്റെ ഗ്രഹവിഗ്രഹം നീ മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. and it says that you have stolen my idols. എന്നാൽ യാക്കോബ് പറയുന്നു, നിന്റെ ഗ്രഹവിഗ്രഹം ഞങ്ങളെ മോഷ്ടിച്ചിട്ടില്ല. But Jacob says, I haven't stolen any of those. എന്നാൽ റാഹേലെ മോഷ്ടിച്ചിരുന്നു. But I have stolen Rachel from you. ലാബാൻ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. But Laban was not able to find that. അവിടെ വെച്ച് ലാബാനും യാക്കോബും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. And we see that there was a covenant made between Laban and Jacob. ആ സ്ഥലമാണ് മിസ്പ. And this place that the covenant took place is known as Mizpah. കാവൽ കൂടാരം എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. And we see that a place of 10. 31 അധ്യായത്തിലാണ്. In Exodus 31 we read that. 31 ഉൽപ്പത്തി പുസ്തകം അതിന്റെ 47 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 31 31 47 ലാബാൻ അതിന് സഹദൂത സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ അല്ലെങ്കിൽ കാവൽമാടം എന്നും പേരാണ്. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കും. ഇവിടെ ലാബാൻ പറയുകയാണ്, നമ്മൾ തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും തമ്മിൽ കാവലായിരിക്കും. While we are away, the Lord will be between us and keep watch over us. നമ്മെ നല്ലവണ്ണം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. Our Lord is a God who knows us very well. അപ്പോൾ ഈ മിസ്പ എന്ന് പറയുന്ന സ്ഥലം ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണ്. So this place called Mizpah is a place where you have covenant with the Lord. ശമൂവേലും മിസ്പയിൽ പോയി പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. We also read that Samuel, he goes to Mizpah and prays unto God. ഇസ്രായേൽ മക്കള് യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ മിസ്പയിൽ കടന്നു പോകുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായി കാണും. We see that Israelites amidst the war they were in, they go to Mizpah and pray to the Lord. അവിടെ മിസ്പയിൽ കടന്നു വരുന്നതിന് മുമ്പേ അവര് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. We see that before coming to Mizpah, they purified themselves in the അവർ Lord. അന്യദേവന്മാരെയൊക്കെ അവർ നീക്കിക്കളഞ്ഞു. And they moved away all the idols amongst them. മിസ്പയിൽ കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാകും. Before you come to the Mizpah of your life, you need to have a reconciliation with God. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തോട് വ്യക്തിപരമായി അടുത്ത് കടന്നു വരേണ്ടതുണ്ട്. And if God needs to perform for you in your life, you have to have a personal relationship with God. നമ്മുടെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവസന്നിധിയിൽ വ്യക്തമായി കടന്നു വരേണ്ടത് ആവശ്യമാണ്. And you have to come to that place called Mizpah in your life to have a personal relationship with God. സമർപ്പണത്തോടെ കടന്നു വരേണ്ടതുണ്ട്. With a heart full of gratitude, you have to come before God. കാര്യമൊക്കെയും ദൈവത്തോട് പറഞ്ഞതാണ്. And you see that Jephthah shares everything in his life with the Lord. തന്റെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തോട് പറഞ്ഞു. And he started telling the Lord about his shortcomings in his life. തന്റെ കഴിവുകളെ ദൈവത്തോട് പറഞ്ഞു. He told about everything that is wrong in his life. ഇതുവരെ കാലം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ ഉള്ള അനുഭവങ്ങളെ ദൈവത്തോട് പറയാം. Oh, when you come before the presence of God, tell everything that is in your life. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പുറമേ ചെയ്യുവാൻ കഴിയും. When you come for worship, there are many things that we can do outwards. നമുക്ക് നല്ലവണ്ണം പാട്ട് പാടുവാൻ കഴിയും. We can obviously sing very well. നമ്മൾ നല്ലവണ്ണം പ്രസംഗിക്കുവാൻ കഴിയും. We can speak very well. എന്നാൽ അതിലുപരിയായി നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. But there is a God who knows us beyond that. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നാം വ്യക്തിപരമായി ദൈവത്തിന്റെ അടുക്കൽ കടന്നു വരണം. If
എന്നാൽ അതിനു മുമ്പേ അവൻ മിസ്പയിലേക്ക് കടന്നു വരികയാണ്. But before he went for that battle, he comes to Mizpah. അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് അവൻ ദൈവത്തോടും വ്യക്തിപരമായി സംസാരിക്കുകയാണ്. And he had a personal relationship with God there. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Lord says that if you leave me, you cannot do anything yourself. കൊമ്പിലെ മുന്തിരിവള്ളിയോട് ചേർന്നിട്ടില്ലാതെ ഫലം കഴിക്കാൻ കഴിയാത്തതുപോലെ എന്നോട് ചേർന്ന് നിന്നിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലമൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Unless the thorns are with the grapevine, they cannot bear fruit just like that. If you are not joined with me, you cannot bear fruit yourself. ദൈവമാണ് നമുക്ക് വേണ്ടി വലിയ ചെയ്യുന്നത്. The Lord is a God who has to do things for us. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. He makes things possible that are impossible with us. മറ്റുള്ളവർ നമ്മളെ പഠിച്ചോണ്ട് നിന്നിച്ചോണ്ട് എന്നാൽ അതൊന്നും ഒരു വിഷയമല്ല. ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. When the world forsakes us, God is a God who restores us and remembers us. എന്നാൽ മിസ്പയിലേക്ക് കടന്നു വരികയാണ്. But Jephthah comes to Mizpah in his life. കാര്യങ്ങളെല്ലാം ദൈവത്തോട് He പറയുകയാണ്. shares his heart with the Lord. ഇവരെക്കാലം നമുക്ക് ദൈവത്തോട് നമ്മളെ തന്നെ തുറന്ന് സംസാരിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. This morning, let us come before the Lord, pour out our heart before Him. Let us tell Him of all the shortcomings in our life and pour out our life before Him. May God bless us. May God bless us continually in our lives. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ. May God bless us with these.